നമസ്കാരം പ്രിയപ്പെട്ട മലയാളി വാർത്താ പ്രേക്ഷകരെ, വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് മുന്നിലേക്ക് നൽകിയിരിക്കുകയാണ്, കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം വാർത്തകളെ കൊണ്ട് നിറഞ്ഞ ഒരു ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മാത്രമല്ല, ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മഴ മുന്നറിയിപ്പാണ്. കാലവർഷം ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇന്ന് പല ജില്ലകളും മഴ മുന്നറിയിപ്പുണ്ട്. ഒരു വശത്ത് കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ മറുവശത്ത് മഴക്കെടുതികളുമുണ്ട്. ജാഗ്രത വേണം. എന്തായാലും നിലവിലെ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എൽ നിനോ സദേൺ ഓസിലേഷൻ എന്ന പ്രതിഭാസവും കൂടി വരുന്നുണ്ട്. നിലവിൽ ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ എൽ നിനോ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, അതായത് കാലവർഷം സമയത്ത് എൽ നിനോ കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. സമുദ്രോപരിതലത്തിലെ താപവർദ്ധനവിനോട് അന്തരീക്ഷം പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്ര അന്തരീക്ഷ വ്യവസ്ഥകൾ ഇപ്പോൾ എൽ നിനോ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി. ജൂൺ മാസത്തോടെ പസഫിക്കിലെ താപനില എൽ നിനോ പരിധിയെ മറികടന്നു. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ 3 മാസത്തെ ശരാശരി താപനില വ്യതിയാനം എൽ നിനോ പരിധിയായ 0.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. കാലവർഷ സീസണിൽ മിതമായതോ ശക്തമായതോ ആയ എൽ നിനോയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂട്രൽ അഥവാ സാധാരണ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാലവർഷം അവസാനിക്കുന്നത് വരെ ഈ ന്യൂട്രൽ അവസ്ഥ തന്നെ തുടരാനാണ് സാധ്യതയെന്ന് മൺസൂൺ മിഷൻ കപ്പിൾഡ് ഫോർകാസ്റ്റ് സിസ്റ്റം സൂചിപ്പിക്കുന്നു. വടക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിലായി നിലനിന്നിരുന്ന ചക്രവാത ചുഴി നിലവിൽ വടക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട്. തമിഴ്നാട് തീരത്തെ ചക്രവാത ചുഴി കടന്നു പോകുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 11 ഡിഗ്രി അക്ഷാംശത്തിന് സമീപത്തായി രൂപപ്പെട്ടിരിക്കുന്നു. തെക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിനും അതിൻ്റെ സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ സംസ്ഥാനങ്ങളിൽ ഉള്ളത്. 14-ാം തീയതി വരെ, അതായത് നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അലേർട്ടുകൾ നോക്കാം. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലും മഞ്ഞ അലേർട്ടാണ്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് നാളെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മാത്രമല്ല, ലക്ഷദ്വീപ് പ്രദേശം, മധ്യകിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ, മാലിദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് നാളെയും സൊമാലിയൻ തീരം, ഒമാൻ തീരം, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, ശ്രീലങ്കൻ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ മ്യാൻമാർ, അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മഴക്കെടുതികളും ശക്തമാകുന്നുണ്ട്. പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു, തിരുവനന്തപുരത്ത് പലയിടത്തും ശക്തമായ കാറ്റിൽ മേൽക്കൂരകൾ പറന്നു പോകുന്ന സാഹചര്യമുണ്ടായി. അത്രയും ശക്തമായ കാറ്റാണ് പലയിടങ്ങളിലും ഉണ്ടായത്. അതുമാത്രമല്ല, മരങ്ങൾ മുറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊരു വലിയൊരു സംഭവം ഉണ്ടായത് പാറശാലയിൽ, തിരുവനന്തപുരത്തെ പാറശാലയിൽ കനത്ത മഴയിൽ കൂറ്റൻ പാറ താഴേക്ക് പതിച്ചു. വലിയൊരു അപകടം. തലനാരിഴയ്ക്ക് ഒരു ജീവൻ രക്ഷപ്പെട്ടു. ഈ പാറയ്ക്കിടയിൽ കുടുങ്ങിയ വീട്ടമ്മയ്ക്ക് അത്ഭുതകരമായ രക്ഷപ്പെടലാണ് ഉണ്ടായത്. പുലക്കാവിളക്ക് സ്വദേശി രാജകുമാരിയാണ് പാറയ്ക്കടിയിൽ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഭയാനകമായ ദൃശ്യങ്ങളാണ്. തലനാരിഴയ്ക്ക് തന്നെ രക്ഷപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. കനത്ത മഴയിൽ വീടിന് സമീപത്തെ കൂറ്റൻ പാറ താഴേക്ക് പതിക്കുകയായിരുന്നു. രാജകുമാരി ശുചിമുറിയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ വലിയൊരു അപകടമുണ്ടായത്. ശുചിമുറിയുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് കൂറ്റൻ പാറ രാജകുമാരിയുടെ മുകളിലേക്ക് പതിച്ചത്. ഓടിമാറാൻ നോക്കിയെങ്കിലും പാറയ്ക്കടിയിൽ പെട്ടുപോയി. തകർന്ന ശുചിമുറിക്കും പാറയ്ക്കും ഇടയിലാണ് ഈ വീട്ടം അകപ്പെട്ടുപോയത്.
പാറശാല അഗ്നിശമന വിഭാഗവും പോലീസും ചേർന്ന് 1 മണിക്കൂറിലേറെ കഠിനമായി പരിശ്രമിച്ച ശേഷമാണ് ഇവരെ പുറത്തെടുക്കാൻ സാധിച്ചത്. വീടിന് സമീപത്തെ മതിൽ പൊളിച്ചു മാറ്റി JCB എത്തിച്ചാണ് പാറ നീക്കിയത്. അരയ്ക്ക് താഴെ പരിക്കേറ്റ രാജകുമാരിയെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. ഇത്തരത്തിൽ മഴക്കെടുതികളും ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അപകടകരമായിട്ടുള്ള എന്തുണ്ടെങ്കിലും വീടിന് ചുറ്റുമൊക്കെ, നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ വീടിന് ചുറ്റും അത്തരത്തിൽ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി, പ്രത്യേകിച്ച് മരങ്ങൾ, ഈ അപകടകരമാകുന്ന രീതിയിൽ നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുക. മറ്റ് അപകടാവസ്ഥ മുന്നിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം അതുപോലെ തന്നെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് 5:30 വരെ 0.9 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തീരദേശവാസികളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ ഈ സാഹചര്യങ്ങളിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്ന സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കുക. ജാഗ്രതയോടെ ആയിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.